വർക്കല ട്രെയിൻ ആക്രമണത്തിലെ പ്രതി മുൻ പോക്കറ്റടിക്കാരനാണ്. മദ്യപിച്ച് വീട്ടിൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായും പരാതിയുണ്ട് അല്ലേ? ഭാര്യയെ സ്ഥിരമായി മർദ്ദിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. സുരേഷിൻ്റെ 2 മക്കളും കഴിയുന്നത് സഹോദരൻ്റെ വീട്ടിലാണ്. അതായത് സ്ഥിരം കുടുംബത്തിലായിക്കഴിഞ്ഞാലും ജോലിയുമായി ബന്ധപ്പെട്ടായിക്കഴിഞ്ഞാലും എല്ലാ തരത്തിലായിക്കഴിഞ്ഞാലും ഒരു കുറ്റവാളി തന്നെയാണ്, പ്രശ്നക്കാരന് തന്നെയാണ് ഈ ഒരു വ്യക്തി അല്ലേ? തീർച്ചയായും കെ പി, അതായത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെട്ടെന്ന് പ്രകോപിച്ചാണോ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഇയാളുടെ പശ്ചാത്തലത്തും അല്ലെങ്കിൽ ഇയാളുടെ വേരുകൾ അന്വേഷിച്ച് പോലീസ് യാത്ര ചെയ്യുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ അതായത് ഇന്നലെ ഉൾപ്പെടെ ഈ സഹോദരൻ്റെ ഉൾപ്പെടെ അതായത് ഈ സഹോദരനുമായി ബന്ധപ്പെട്ടപ്പോഴൊക്കെ തന്നെയും ഈ തൊഴിലിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഇറങ്ങി തിരിച്ചതെന്നും നേരത്തെ മദ്യപിക്കുന്ന ഒരാളാണെന്നും മദ്യപിച്ച് നിരന്തരം വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ഭാര്യയുമായി വഴക്കുള്ള ഒരാളാണെന്നും അതുകൊണ്ട് തന്നെ ഈ ഭാര്യ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നു, മക്കൾ സഹോദരനോടൊപ്പം താമസിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെയും നമുക്ക് ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇതാ കൂടുതൽ വിവരങ്ങൾ, അതായത് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ സംഘം തിരിഞ്ഞുകൊണ്ട് പോക്കറ്റ് അടിക്കുന്ന ഗ്രൂപ്പുകളിൽപ്പെട്ട ഒരാളാണെന്ന വിവരം തന്നെയാണ് നമുക്ക് ഈ പ്രതിയെക്കുറിച്ച് ലഭിക്കുന്നത് എന്ന് തന്നെയാണ്. അപ്പോൾ മുൻപും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, അതായത് സമാനമായ രീതിയിൽ പോക്കറ്റടി ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതി ഏർപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് പോലീസിന് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ളത്. നേരത്തെ കമ്പി കെട്ടുന്ന തൊഴിലായിരുന്നു, ഇപ്പോൾ പെയിന്റിംഗ് തൊഴിലാളിയാണ്. അതുമായി ബന്ധപ്പെട്ട സെറ്റ് വാങ്ങുവാനായി യാത്ര ചെയ്യുകയായിരുന്നു എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മദ്യപാനത്തിനിടയിൽ ഉണ്ടായ ഒരു ആക്രമണമാണെങ്കിൽ കൂടിയും ഇത്തരത്തിലൊരു പശ്ചാത്തലമുണ്ട്. അതായത് പോക്കറ്റടിയുമായി ബന്ധപ്പെട്ട് സംഘം തിരിഞ്ഞ് ഇത്തരത്തിൽ കവർച്ച നടത്തുന്ന, അതായത് പോക്കറ്റടി നടത്തുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആ സംഘത്തിൽപ്പെട്ട ഒരാളാണ് എന്നൊരു വിവരം തന്നെയാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിരിക്കുന്നത്. ഇനി അറിയേണ്ടത് ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ ഈ പ്രതി തയ്യാറായത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നു. അല്പസമയത്തിനകം വൈദ്യപരിശോധനയ്ക്കായി പ്രതിയെ തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലത്തെ പ്രതിയുടെ ആ പ്രതികരണം ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മദ്യലഹരിയിൽ വലിയ രീതിയിൽ മാധ്യമങ്ങളോടൊക്കെ ആക്രോശിക്കുന്ന സുരേഷ് കുമാറിനെയും നമ്മൾ കണ്ടു എന്നതാണ് കെ പി. മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്, പക്ഷേ ഏത് സാഹചര്യം എന്നത് അറിയേണ്ടതുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു പശ്ചാത്തലവും പ്രതിക്കുണ്ട് എന്ന കണ്ടെത്തൽ പോലീസ് എത്തിയിരിക്കുകയാണ്. പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതി സ്ഥിരം കുറ്റവാളി എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ദിസ്നിയാണ് വിശദാംശങ്ങൾ നൽകിയത്.